അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മഷ്കും കൂടെ നമുക്ക് എഴുതാനുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അഭ്യസിച്ചാലേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മഷ്ക് എഴുതണം. മഷ്ക് ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിക്കുക. നമ്മൾ മുത്തഅല്ലഖ് ഫീലിനെ കുറിച്ചാണല്ലോ നമ്മളെ ചർച്ച ഉള്ളത്. മുത്തഅല്ലഖ് ഫീലിനെ കുറിച്ചാണ് നമ്മളെ ചർച്ച ഉള്ളത്, അത് നിങ്ങൾക്കറിയാലോ. अब मुतअल्लिक़ फ़ेल की 7 किस्मों को अलग अलग करके जुमलों में इस्तेमाल कीजिए. മനസ്സിലായോ? അപ്പോൾ മുത്തഅല്ലിഖ് ഫീലിൻ്റെ 7 കിസ്മുകൾ നമ്മൾ പറഞ്ഞു. ആ 7 കിസ്മുകളെ വെവ്വേറെയായിട്ട്, അലഗ് അലഗ് പറഞ്ഞാൽ വെവ്വേറെയായിട്ട്, അലഗ് അലഗ് കർക്കെ വെവ്വേറെയായിട്ട് ജുംലോമെ ഇസ്തേമാൽ കീജിയെ, ജുംലയിൽ പ്രയോഗിക്കുക. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുമില്ല, നമ്മൾ സാധാരണ ജുംലയിൽ പ്രയോഗിക്കാനുള്ളതാണ്. അടുത്തത് മുനാസബ് മുതഅല്ലിഖ് ഫീൽ സെ ഖാലി ജഗ പുർ കീജിയെ. യോജിച്ച മുതഅല്ലിഖ് ഫീൽ കൊണ്ട് ഖാലി ജഗ പുർ കീജിയെ, ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. ചാന്ദ് ഡാഷ് അപ്നി ഖൂബ്സൂറതി കാ ഇസ്ഹാർ കർത്താ ഹെ. ഫസ്റ്റ് ചോദ്യം ഞാൻ പറഞ്ഞു തരാം. ചാന്ദ് പറഞ്ഞാൽ ചന്ദ്രന്, ഡാഷ് അപ്നി ഖൂബ്സൂറതി തൻ്റെ മനോഹാരിത, മനോഹരമായിട്ടുള്ള അതിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് പറയാം? ഖൂബ്സൂറത്തി എന്ന് പറയാം. അപ്പോൾ ചന്ദ്രൻ അതിൻ്റെ മനോഹരമായ ഒരു അവസ്ഥയെ ക ഇസ്ഹാർ കർത്താഹെ പ്രകടിപ്പിക്കുന്നു, അതിൻ്റെ മനോഹരമായ അവസ്ഥ പ്രകടിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, താജ്മഹൽ के डैश एक हुसैन जेल है जिसके डैश हजारिया सिया आते हैं. बीवी हाजरा ने सफ़ा मरवा के दरमिया चक्कर लगाती है. चक्कर लगाई थी. नेक्स्ट, माँ डैश उसे कहती थी कि तू इधर मत जा. अल्लाह ताला ने इंसान को डैश पैदा किया है कि शबो रोज़ वो उसकी इबादत करे. അർത്ഥങ്ങൾ മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് എന്തിനായിരിക്കും? ശബോ റോസ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം എന്നുള്ള അർത്ഥത്തിനാണ്. ഉസ്കി ഇബാദത്ത് കർ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആരാധിക്കണം. അതിന് മുമ്പത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. മാ ഉസേ ഡാഷ് കഹ്തീക്കെ തോ ഇദർ മത് ജാ, നീ ഇവിടെ വരരുത് എന്ന് മാതാവ് അവളോട് പറഞ്ഞിരുന്നു എന്നുള്ള അർത്ഥം. അങ്ങനെ ഓരോന്നോരോ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി 6, जो अपने बड़ों से डैश सुलो करता है वो अपने बड़ापे में ज़रूर इह്തിറാം किया जाएगा. ആരെങ്കിലും ഒരാൾ അപ്പനെ ബഡോൻസെ തൻ്റെ വലിയ ആളുകളോട് ഡാഷ് സുലു കർത്താഹെ ഡാഷായിട്ട് പെരുമാറുകയാണെങ്കിൽ വോ അപ്പനെ ബഡാപ്പമേ, അദ്ദേഹം വാർദ്ധക്യം പ്രാപിക്കുന്ന അവസ്ഥയിൽ ജറൂർ ഇഹ്തിറാം കറയുക, നിർബന്ധമായിട്ടും ബഹുമാനിക്കപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വല്യപ്പന്മാരോട് ഒക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറുകയാണെങ്കിൽ, നമ്മൾ വല്യപ്പന്മാരാകുമ്പോൾ നമ്മളോട് വേറെ ആളുകൾ, അന്നത്തെ നമ്മളെ പ്രായത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും? നമ്മളെ ബഹുമാനിക്കും എന്നുള്ളൊരു സംഭവമാണ് പറയുന്നത്. ബാസാർ മേ ഡാഷ് 10 മിനിറ്റ് മേ ആപ്കാ इंतजार किया होगा. ഇനി अपनी खूबियाँ बयान करके एक आधे सफ़े का नक़रा लिखिए जो मुतअल्लिक़ फ़ील की किस्मों पर मुश्तमिल हो. മനസ്സിലായോ? നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, നല്ല നല്ല വിശേഷണങ്ങൾ, ഗുണങ്ങൾ. ആ ഗുണങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അര പേജിൽ ആദ്യ സൊഫേക്ക ഫിക്കറാലിക്ക് അര പേജ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. മുത്തഅല്ലിഖ് ഫീലിൻ്റെ വ്യത്യസ്തങ്ങളായ കിസ്മുകൾ അതിലെന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം.
അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണ് മുഹമ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇനി അടുത്ത പാടാണ് മുഹമ്മൽ. മുഹമ്മൽ പറഞ്ഞാൽ പദമാണ്, പക്ഷെ അതിന് ഒറ്റക്ക് വന്നാൽ അർത്ഥം ഉണ്ടാവില്ല. അതിനാണ് മുഹമ്മൽ എന്ന് പറയാം. ഒരു ലഫ്സിൽ ഒരു പദം, പക്ഷെ അത് ഒറ്റക്ക് വരില്ല. അത് ആരെങ്കിലും ഒരാൾ ഒപ്പം കൂടെ എന്ത് ചെയ്യുള്ളൂ, ആ ലഫ്സിൽ വരുള്ളൂ. അതിനാണ് എന്ത് പറയുക, മുഹമ്മൽ എന്ന് പറയുക. മനസ്സിലായല്ലോ? മുഹമ്മൽ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഇനി ഉദാഹരണം നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. ജോട്ട് ജോട്ട് മോട്ട്. ജോട്ട് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ തന്നെ കളവ് നായി. പിന്നെ അതിനുശേഷം പറയണെന്ത്, മോട്ട്. അപ്പം മോട്ട് എന്നുള്ളത് മുഹമ്മലാണ്. സച്ച് മുച്ച്, സച്ച് എന്ന് പറഞ്ഞാൽ തന്നെ സത്യം എന്നാണ്. പിന്നെ മുച്ച് എന്ന് എന്തിനാ പറയേണ്ട ആവശ്യം, സച്ച് മുച്ച് അത് എക്സ്ട്രാ വന്ന ലഫ്ലാണ്. അപ്പം മുച്ച് എന്നുള്ളത് ഇവിടെ മുഹമ്മലാണ്. മനസ്സിലായോ? സത്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ പാനി എന്ന് പറഞ്ഞാൽ മതി വെള്ളത്തിന്. പിന്നെ പാനി വാനി എന്ന് പറയുന്ന ആ വാനി എന്നുള്ളത് എന്താണ്, എന്താണ്? അങ്ങനെ പറയും, എന്താണ്, മുഹമ്മല്. പിന്നെ റോട്ടി, റോട്ടി തൊട്ടി കണ്ടോ, റോട്ടി ഓട്ടി പറഞ്ഞ് രണ്ടും കൂടി പറഞ്ഞ ആവശ്യമില്ല. ലാസ്റ്റ് പറഞ്ഞത് മുഹമ്മലാണ്. അതുപോലെ ഖേത്തി, ഖേത്തി ബാടി, കൃഷി. ഖേത്തി എന്ന് പറഞ്ഞാൽ മതി, ബാടി പറയേണ്ട ആവശ്യമില്ല. പിന്നെ കാം, കാം കാജ്, ജോലി. കാം എന്ന് പറഞ്ഞാൽ മതി. കാജ് എന്നുള്ള എന്താണ്, മുഹമ്മലാണ്. അപ്പോൾ ഈ കാജ് എന്നുള്ള ഒറ്റക്ക് വരില്ല, എന്തിൻ്റെങ്കിലും ഒപ്പേ വരുള്ളൂ. മനസ്സിലായോ? പിന്നെ അതുപോലെ റോന, റോന എന്ന് പറഞ്ഞാൽ കരയാന്നർത്ഥം. അപ്പോൾ റോന ധോന എന്ന് പറയും, പ്രയോഗമാണ്. അപ്പോൾ അത് മുഹമ്മലായ പദം എന്നാണ് അങ്ങനത്തെ പദങ്ങൾക്ക് പറയുക. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ധോന ധോന. ഇനി നെക്സ്റ്റ് നോക്കി. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഇട്ടാനും ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ വിഷയം തന്നെയാണ്, എന്നാലും ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബസാറത്ത് കിട്ടും. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. अस्सलाम वालेकुम दोस्तों, आज हमारा उर्दू कायदो इंशा का सबक नंबर 2 है, कलमा और मुहमिल। കേട്ടോളേ. कलमा हर बामायनी लफ्ज कलमा कहलाता है। അല്ലേ? മൈനുള്ള इसकी मिसाल है लफ्ज पाकिस्तान, लफ्ज पानी और लफ्ज गाड़ी। പാകിസ്ഥാന് ഉണ്ടോ, പാനി, ഗാഡി. मुहमिल वो लफ्ज जिसके कोई मायने ना हो। मिसाल पानी वानी, इस मिसाल में वानी मुहमिल है। खाना वाना, इस मिसाल में वाना मुहमिल है। सिंपल है। याद रखें दोस्तों, मुहमिल अल्फाज अकेले इस्तेमाल नहीं होते बल्कि किसी कलमा के साथ बोले जाते हैं। इसकी मिसाल है मैंने सचमुच भूत देखा। इस मिसाल में सच कलमा है और मुझ मुहमिल है। अगले सबक में हम जुमला और जुमला की इकसाम पढ़ेंगे. അപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് പറഞ്ഞതിൻ്റെ ഷോർട്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഞാൻ പറഞ്ഞു, എന്നാലും ഇത് ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. മുഹമ്മലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? മുഹമ്മലിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ നമ്മുടെ ടെക്സ്റ്റൊന്നും നമുക്ക് മനസ്സിലായി. ആ ഒരു സംഗതി ഒന്നും കൂടെ നമ്മൾ പറയുകയാണ്. മുഹമ്മൽ വോ ലഫ്സ് ഹേ. മുഹമ്മൽ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ലഫ്സാണ്. ജോ ബേ മൈന ഹോ, അതിന് അർത്ഥം ഉണ്ടാകൂല. മനസ്സിലായോ? ഓർ ദൂസരെ ലഫ്സ് കെ സാത്ത് ഹോത്താ ഹേ, വേറെ ഒരു ലഫ്സിൻ്റെ കൂടെയാണ് അത് വരിക. പറഞ്ഞാൽ മനസ്സിലായോ? ഒറ്റക്ക് അർത്ഥം ഉണ്ടാവില്ല. ഇപ്പം മലയാളത്തിൽ അവിടെ പറയണ്ടേ, മലയാളത്തിലെ പൊന്നിനെ പൊന്നും മിന്നും എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഉറുദുവിനെ വാക്കിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ അതാണ്, അതിനാണ് മുഹമ്മിൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് മുഹമ്മിൽ എന്ന് പറയുന്നത്. ഞാൻ അവിടെ പറയുന്നുണ്ട്, മഷ്കിൽ പറയുന്നുണ്ട്, 10 മുഹമ്മിൽ അൽഫാസ് ലിഖിയെ, 10 മുഹമ്മിൽ അൽഫാസ് എഴുതുക. और उनसे 5 अल्फाज को अच्छे जुमले में इस्तेमाल कीजिए. മനസ്സിലായോ?
നല്ല ജുംലയിൽ പ്രയോഗിക്കാൻ. അപ്പോൾ നിങ്ങളിത് നേരത്തെ പറഞ്ഞതും എഴുതണം. അതിന് പുറമെ ഈ പറഞ്ഞ 10 എണ്ണത്തിൽ 5 എണ്ണം എഴുതിയാൽ മതി ഇൻഷാ അല്ലാ. 5 എണ്ണം എഴുതിയിട്ട് 5 എണ്ണം ജുംലയിൽ പ്രയോഗിക്കുക ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ വർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ പോലെ ചെയ്യാം. അസ്സലാമു അലൈക്കും.